ഇടത് സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് നാളെ അവതരിപ്പിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും വലിയ തോതിൽ ഫണ്ടിൽ പണം നീക്കിവെക്കുന്നതിനൊപ്പം വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടാവാനിടയുണ്ട്. നോട്ട് അസാധുവാക്കൽ എങ്ങനെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചുവെന്ന് മനസ്സിലാക്കാനും ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കഴിയും. നോട്ട് അസാധുവാക്കലിന് ശേഷമുള്ള ആദ്യ ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത്. എന്ത് വില നൽകിയും സർക്കാരിന്റെ ചിലവുയർത്തി പ്രതിരോധം സൃഷ്ടിക്കാനാണ് പ്രഥമ ലക്ഷ്യം. ഒപ്പം പ്രതിസന്ധി മറികടക്കാൻ പ്രത്യേക പാക്കേജും ഉണ്ടാകും. കിഫ്ബിയിലൂടെ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരും. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ച നികുതി വരുമാനം ലഭിച്ചില്ലെന്ന് ധനമന്ത്രി തന്നെ സമ്മതിക്കുന്നു. GSTയിലൂടെ ഇത് തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീ സുരക്ഷയ്ക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നീക്കിയിരിപ്പ് ഈ ബജറ്റിൽ ഉണ്ടാകും. ജെൻഡർ ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ബഡ്ജറ്റിനുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതികൾ വിജയത്തിലെത്തിക്കാനായില്ലെന്ന വിമർശനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പദ്ധതി നിർവഹണം വിലയിരുത്താൻ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ജെൻഡർ ഓഡിറ്റിംഗും ഉണ്ടാകും. KSRTCയുടെ പുനരുദ്ധാരണമാണ് ബഡ്ജറ്റിന്റെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്ന്. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റമാണ് കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്. KSRTCയെ കരകയറ്റാനുള്ള ബൃഹത് പദ്ധതികൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ബഡ്ജറ്റ്. GST നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ വാറ്റ് നികുതി ഇനത്തിൽ മാറ്റമുണ്ടാകില്ല. സർക്കാർ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും തസ്തികകൾ കുത്തനെ കൂട്ടാനുള്ള പ്രഖ്യാപനവും ഉണ്ടായേക്കാം. ക്ഷേമ പെൻഷനുകളിൽ മാറ്റമുണ്ടാകില്ല. ആദിവാസി ഗൃഹനിർമ്മാണ പദ്ധതികളുടെ നടത്തിപ്പിൽ പുതുമകളും ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.